ഗായ്സ്, അപ്പൊ ഞാൻ എന്നോട് കയറിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാ വന്നിരിക്കുന്നത്. ആ തമ്മിൽ കണ്ടതുപോലെ തന്നെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇന്നേ വരെ റിവ്യൂ പറഞ്ഞിട്ട് ഒരു പരിചയമില്ല. ഇറ്റ് ഇസ് മൈ ഫസ്റ്റ് മൂവി റിവ്യൂ. അത് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് മൂവി റിവ്യൂ ആണ്. അപ്പൊ ഈ മൂവി റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ആദ്യം എന്നോട് പറയണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഒട്ട് ലാഗ് എടുപ്പിക്കുന്നത് നമുക്ക് നേരെ മൂവി റിവ്യൂയിലേക്ക് പോകാം. സോ പ്രാവൻകൂട് ഷാപ്പ്. ഈ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ പക്ക ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഒരു ക്രൈം നടക്കുന്നു, പിന്നെ ക്രൈം തടഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, പോലീസ് വരും കണ്ടുപിടിക്കും. അത് തന്നെ ഈ സെയിം കഥ തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പടത്തിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് തന്നെ മനസ്സിലാവും ആരാണ് കില്ലർ എന്ന് നമുക്ക് മനസ്സിലാവും. ആ കില്ലർ ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ എനിക്ക് നല്ല ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് തന്നെ കില്ലർ എന്തിനാണ്, അതായത് കുറച്ച് കഥയിൽ ഇങ്ങനെ ബാക്കിലോട്ട് അവർ തന്നെ ഓരോ സ്ക്രിപ്റ്റ് പ്ലേ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്തിനായിരിക്കും കില്ലർ ആ പുള്ളിക്കാരനെ കൊന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ആദ്യം ഒരു ഔട്ട്ലൈൻ നമുക്ക് തന്നെ കിട്ടും. പക്ഷെ നമ്മളൊരു പടം കാണുന്നത് എന്തിനാ, അവരെങ്ങനെയാണ് അതിലോട്ട് അത് എത്തിക്കുക, അങ്ങനെയാണല്ലോ. അത് കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പടം കാണുന്നത്. അപ്പം അത് സെറ്റ് ആയിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫ് വളരെ നല്ലതായിരുന്നു. നമ്മളെല്ലാരും കണ്ടിരിക്കും. ഫസ്റ്റ് ഹാഫിൽ വരുന്ന BGMs, സോങ്സ്, ആക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ആക്ടേഴ്സിനെ പറ്റി എല്ലാരെ പറ്റി എടുത്തു തന്നെ പറയണം. എല്ലാരും നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊക്കെ കുറെ കോമഡി കിട്ടും, നമുക്ക് നല്ലോണം ചിരിക്കാൻ പറ്റും. ഞാനും എന്റെ അമ്മയ്ക്കോട് നല്ല ചിരിയായിരുന്നു. എനിക്കറിയില്ല അത് നിങ്ങളൊക്കെ ചിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളൊക്കെ ഇരുന്ന് നല്ല ചിരിയാണ്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത നടൻ, അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ, അദ്ദേഹത്തെ പറ്റി പറയാൻ എനിക്ക് ഈ റിവ്യൂ മുഴുവനാക്കാൻ കഴിയില്ല. അതായത് സൗബിൻ ചേട്ടൻ വളരെ നല്ല മികവുറ്റ ഒരു ആക്ടറാണ്. അതായത് നമ്മൾ ഈ പടത്തില് ഫസ്റ്റ് ഹാഫിലാണേലും സെക്കൻഡ് ഹാഫിലാണേലും ചില പോർഷൻസ് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരിക, ചിലപ്പോ ഹരി വാ അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ചെയ്തു വെച്ച കുറെ റോൾസ് ആണ്. അതായത് കണ്ണുകളാണ് ആ ചേട്ടൻ അഭിനയിക്കുന്നത്, കണ്ണുകളാണ് അഭിനയിക്കുന്നത്. ആ ഓരോ എക്സ്പ്രഷൻസ്, ഓരോ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടും. എന്താണോ ആ ചേട്ടൻ പറയാൻ, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് നമ്മളിലോട്ട് അങ്ങ് എത്തുന്ന രീതിയിലുള്ള അഭിനയമാണ്. അതിന് നമുക്ക് കൊടുക്കണം, അത് വേണം. അവിടെയാണ് ഒരു മലയാളിയുടെ കഴിവ്. എപ്പോ ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അവിടെ ആയിരിക്കണം നമ്മുടെ കഴിവ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള അതിൽ അഭിനയിച്ചിരിക്കുന്ന ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് സർ, അവര് ഒന്നും മോശക്കാരാണ് എന്നല്ല, അവരുടെ അഭിനയവും നല്ലതാണ്. ബേസിൽ ചേട്ടനൊക്കെ ആണെങ്കിൽ എല്ലാ പടത്തിലുള്ള പോലെ ചേട്ടന് നമുക്ക് ചില കാര്യങ്ങളാണ് നമ്മൾ തന്നെ അറിയാണ്ട് ചിരിച്ചു പോകും, അല്ലെ? അത് ആ ഒരു എഫക്റ്റ് ഒക്കെ ഇതിൽ തന്നെ ഈ പടത്തിൽ അതുപോലെ തന്നെയുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിനെ പറ്റി ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നൈസ് BGM, നൈസ് സോങ്സ്, ആക്ടിങ് സ്കിൽസ് എല്ലാം സെറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കഥ എന്താണ് ഏകദേശം ഒരു ധാരണയായി, അല്ലെ? അപ്പൊ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നി ഒട്ടും ഓർഗനൈസ്ഡ് അല്ല സെക്കൻഡ് ഹാഫ്. അതായത് കഥ എങ്ങനെയോ അവസാനിപ്പിക്കണം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരുന്നു. അതായത് കഥ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് കഥ ഒട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നിയില്ല. അത് കണ്ടവര് ഇതിന്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഫസ്റ്റ് ഹാഫ് ആയിരുന്നോ സെക്കൻഡ് ഹാഫ് ആയിരുന്നോ കൂടുതൽ ഇഷ്ടമായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യണേ. എന്റെ രീതിയിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇതാണ് എനിക്ക് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. അതായത് നല്ലൊരു പടം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ കൊച്ചു പറഞ്ഞ നല്ലൊരു പടം അങ്ങനെ ചിന്തിക്കരുത്. ഒരു ആവറേജ് മൂവിയാണ്. അതായത് നല്ല പടം അങ്ങനെ എന്താ പറയാ, ഞാൻ നല്ലൊരു പടം എന്ന് പറയുന്നതിലും നല്ല പടം എന്ന് പറയുന്നതിലും നിങ്ങൾ എന്റെ ടോൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതൊരു ആവറേജ് മൂവിയാണ്. ഇപ്പൊ ഈ കാണുന്നതിന് വെറുത്താണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ രേഖാചിത്രവും ഈ പടവും തമ്മിൽ എടുക്കുക. എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് രേഖാചിത്രം കാണണോ ഇത് കാണണോ, ഞാൻ തീർച്ചയായിട്ടും പറയും രേഖാചിത്രം പോയി കാണാൻ. കാരണം വളരെ നല്ലൊരു മൂവി ആയിരുന്നു രേഖാചിത്രം. എനിക്ക് ആ സമയത്ത് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ കാരണം അത് ഞാൻ പറയാം. ഈ റിവ്യൂ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഞാൻ രേഖാചിത്രത്തിന് പോയ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഒന്ന് കണ്ടു നോക്കും. അപ്പൊ ഷോർട്സ് ഇട്ടപ്പം എല്ലാവരും, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണല്ലോ, അപ്പൊ എല്ലാവരും വന്നിട്ട് താഴെ ലൈക്ക്, ഷെയർ, അതായത് കുറെ കമന്റ്സ് ഒക്കെ തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് എന്റെ തന്നെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, അതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ അതില് എന്റെ ഫ്രണ്ട് ഒന്നും അല്ല, വേറെ ആരോ ആയിട്ടുള്ള ഒരു ചേട്ടൻ വന്നിട്ട് എന്റെ അടുത്ത് ഈ പടത്തിന്റെ റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത്
ഞാൻ അത് കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത കാണാൻ പോകുന്ന പടത്തിന്റെ റിവ്യൂ ചെയ്യാൻ. അതായത് ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അടുത്ത കാണാൻ പോണ പടത്തിന്റെ പടം എന്തായാലും ചെയ്തിരിക്കും, റിവ്യൂ എന്തായാലും ചെയ്തിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇത് നല്ലതായിട്ടുണ്ടെങ്കിൽ ഗൈസ്, മോശമായിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തന്നെ തന്നാൽ മതി. പക്ഷെ ഇത് നല്ലതായിട്ടുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് ആ ചേട്ടനാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് ആ ചേട്ടന്റെ ഒരു ഇൻസ്പിറേഷൻ, അതായത് ആ ചേട്ടൻ ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് റിവ്യൂ ചെയ്യാമോ എന്നൊരു ആലോചന പോലെ തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അഥവാ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടില്ല, അതായത് അയ്യോ ഈ റിവ്യൂ പോരാ, നിർത്തിപ്പോ കൊച്ചേ, അങ്ങനെയൊക്കെ നിങ്ങൾ കമന്റിൽ വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെങ്കിൽ ഒരാള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇഷ്ടപ്പെട്ടു മാത്രമേ എന്താക്കുള്ളൂ. നിർത്തിപ്പോവാൻ പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കാനും പോസിറ്റീവ് അടിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ പോസിറ്റീവ് അടിക്കുന്നവരെയാണ് ഞാൻ ചേർത്ത് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പടത്തിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്റെ ഇതുപോലത്തെ വർത്താനം നിങ്ങൾ കലവിലാന്നാണ് ഞാൻ കഴിച്ചത്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചു വീഡിയോയിലെ മുന്നിൽ കാണാൻ ഇങ്ങനെയാണ്. അല്ല കേട്ടോ, എന്നെ പരിചയമുള്ള എല്ലാവരും ചോദിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ കലപില വർത്താനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എന്ത് ചെയ്യണം? പ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അപ്പൊ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും, എന്റെ സംസാരം കേൾക്കാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലുപൊളിയായിട്ടിരിക്കുക ഗൈസ്. ബൈ.